നമസ്കാരം പ്രിയ പ്രേക്ഷകരെ, ഞാൻ ബോണിയാണ്. ഇന്ന് എന്നോടൊപ്പം ഉള്ള അതിഥി എന്ന് പറയുന്നത് GK ദാസ് ആണ്. അദ്ദേഹം ഒരു നാടക പ്രവർത്തകനാണ്. നാടകം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. വളരെ പ്രാചീന കാലം മുതലേ മനുഷ്യൻ ഇടപെടുന്ന ഒരു കലയാണ് നാടകം എന്ന് പറയുന്നത്. നാടകത്തിൽ എല്ലാം ഉണ്ട്. ഈ പറയുന്ന അഭിനയം, സംഗീതം, ചിത്രകല, അങ്ങനെ എല്ലാം ഉണ്ട്. ഒട്ടുമിക്ക കലകളും അതിനകത്ത് സംശീകരിക്കപ്പെടുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കലാകാരനാണ് എന്നോടൊപ്പം ഉള്ളത്. നാടക പ്രവർത്തകനാണ് എന്നോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിൻ്റെ പേര് GK ദാസ് എന്നാണ്. അദ്ദേഹത്തെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. അപ്പോൾ സാർ, നമുക്ക് നാടക പ്രവർത്തകൻ എന്ന് പറഞ്ഞ നിലയ്ക്ക് നമുക്ക് കുട്ടിക്കാലത്ത് നിന്ന് തുടങ്ങാം. എവിടെയാണ് ജനിച്ചു വളർന്നത്? ഞാൻ ചവറതക്കംഭാഗം എന്ന സ്ഥലത്താണ് ജനിച്ചു വളർന്നത്. വളരെ കുട്ടിക്കാലം തൊട്ടേ നാടകത്തോടുള്ള ഒരു അഭിനിവേശം എനിക്കുണ്ടായിരുന്നു. കാരണം ഒന്നെന്ന് പറഞ്ഞാൽ എൻ്റെ നാട് ഒരു നാടക ഗ്രാമം എന്നാണ്. കാര്യം അവിടെ പള്ളി അമ്പലങ്ങളിലുമായിട്ടൊരു 10-60 നാടകം ഒരു വർഷം നടക്കുന്നു. അപ്പം അങ്ങനെ ആയിരിക്കും എന്നിലേക്ക് ഒരു നാടക അഭിനിവേശം ഉണ്ടായത്. അല്ലാതെ കുടുംബത്തിൽ മറ്റാരും കലാകാരന്മാരായിട്ട് ഇല്ല. അപ്പം അങ്ങനെ കൊച്ചിലെ തൊട്ടേ സ്കൂൾ ജീവിതം തൊട്ടേ നാടകത്തോടൊരു അഭിനിവേശമുണ്ട്. അപ്പം കൊച്ചിലെ മുതൽ നാടകം ഞാൻ സ്വന്തമായിട്ട് എഴുതിയ നാടകങ്ങളാണ് ആദ്യമൊക്കെ കളിച്ചുകൊണ്ടിരുന്നത്. അത് പറയുമ്പോൾ ഏത് വയസ്സ് മുതൽ, ഏത് സ്റ്റാൻഡേർഡ് മുതൽ? ഒരു 10 വയസ്സൊക്കെ ഉള്ളപ്പോൾ എഴുതി തുടങ്ങി. പിന്നെ അന്നേരം എന്തുവായിരുന്നു കൂടുതലും എഴുതിയിരുന്നത്? എങ്ങനെയായി? ചുറ്റുവട്ടത്തെ എന്തെങ്കിലും സംഭവങ്ങൾ? അന്നേരം ഒരു അധികാരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു അന്നും ഒരു ചെറിയ രാഷ്ട്രീയ നാടകം എഴുതിയിട്ടുള്ളത്. ഒരു കിരീടം കളവ് പോയിട്ട് കൊട്ടാരത്തിൽ നിന്ന്, പിന്നീട് അതൊരു കഴുതയുടെ പുറത്ത് തലയിലിരിക്കുന്നു. അങ്ങനെ ജനം കഴുതയെ രാജാവായിട്ട് വാഴിക്കുന്ന അങ്ങനെ ആ ഒരു ആഘോഷത്തോടു കൂടി ഇങ്ങനൊരു തീമാണ്. പക്ഷെ ഇപ്പൊ എനിക്ക് ആ തീം എഴുതിയത് അന്ന് സ്കൂളിൽ ക്ലാസ് കളിച്ചൊരു നാടകം. പക്ഷെ ഇന്നിപ്പോ എനിക്ക് ആ നാടകം വീണ്ടും ഡെവലപ്പ് ചെയ്ത് ഒരു 3/4 മണിക്കൂറെങ്കിലും ഒരു നാടകം ആക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അന്നേരം ഈ ഇൻസ്പിറേഷൻ ഒരു എവിടെങ്കിലും ഒരു കേട്ട കഥയോ അങ്ങനെ എന്തെങ്കിലും? അല്ല, അന്നും ഈ രാഷ്ട്രീയ സംഭവങ്ങൾ ഉണ്ടാകും. അപ്പൊ ഈ കൊച്ചിലെ തൊട്ട് ഞാൻ ഈ ശ്രദ്ധിക്കും, വലിയ ആൾക്കാർ പറയുന്നത് ശ്രദ്ധിക്കും. അപ്പൊ എന്റെ മനസ്സിൽ അന്ന് തോന്നിയത് അങ്ങനെ ഒരു സംഭവം. പിന്നീട് അത് പോയിട്ട് പിന്നെ പിൽക്കാലത്ത് അവിടെ സാംസ്കാരിക സംഘടന യുവഭാവന, അപ്പൊ അതിലൂടെയാണ് പിന്നെ എന്റെ നാടക ഈ യാത്ര ആരംഭിക്കുന്നത്. പിന്നെ യുവഭാവന അമച്ചർ നാടക മത്സരങ്ങൾ ഒരുപാട് പങ്കെടുത്തു. അങ്ങനെ വന്നപ്പോ G ശങ്കരപ്പിള്ള സാറിന്റെയും വയലാവാസുദേവൻ പിള്ള സാറിന്റെ ഒക്കെ നാടകങ്ങളിൽ എടുത്ത് കളിക്കാൻ തുടങ്ങി. പിന്നീട് ആ സമയത്ത് ഞാൻ എഴുതിയൊരു നാടകം, വളരെ അന്ന് ശ്രദ്ധിക്കപ്പെട്ടൊരു നാടകമുണ്ട്, മാന്ത്രിക ചെണ്ട തേടുന്ന മാരാർ. അത് സ്വന്തമായിട്ട് എഴുതി സംവിധാനം 3 കഥാപാത്രം. അതൊരു 10-20 വയസ്സൊക്കെ അടുപ്പിച്ച് എത്തിയതിനു ശേഷം. അപ്പൊ ആ നാടകം വളരെ സജീവമായിട്ട് കളിക്കുകയും പല കളിച്ചിടത്തൊക്കെ അംഗീകാരം കിട്ടുകയും ചെയ്തു. പിന്നീട് ഈ സാമ്രാജ്യത്വത്തിന്റെ കടന്നുവരവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഹരിശ്രീ ഗണപത എന്നും പറഞ്ഞൊരു നാടകം, അമേരിക്കയുടെ ഒക്കെ ഒരു മേധാവിത്വം, സാധാരണ എങ്ങനെ മുതലാളിത്തത്തിനെതിരെയുള്ളൊരു നാടകം, അതൊക്കെ ഈ അമച്ചർ വേദികളിൽ നിന്ന് വന്ന് പിന്നെ ഈ സർവീസുമായിട്ട് ബന്ധപ്പെട്ട ജോലിയൊക്കെ ആയിട്ട് പോകുമ്പോ പിന്നെ എന്നിലെ എഴുത്തുകാരനെ നിലനിർത്തിയത് നമ്മുടെ ബൈബിൾ കലോത്സവം. അതുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ വർഷം ബൈബിൾ കലോത്സവം പറയുമ്പോൾ അത് വേറെ മേഖലയാണല്ലോ. മതപരമായിട്ടുള്ള അതെങ്ങനെയായിരുന്നു? അത് ബൈബിളിന്റെ പ്രത്യേകിച്ച് പ്രോത്സാഹനം വല്ലതും അങ്ങനെ പള്ളിയിൽ നിന്ന് കിട്ടുകയും? പ്രോത്സാഹനമല്ല, അവിടെ ഈ പറയണമെന്ന് പറഞ്ഞാൽ ആവശ്യം, നമുക്കൊരു ആവശ്യം വരും, ബൈബിൾ നാടകം വേണം അവിടെ. അപ്പൊ തെരുവ് നാടകം വേണം. ഈ ഘട്ടത്തിൽ നമ്മളെ സമീപിക്കുകയും നമ്മളത് എഴുതി കൊടുക്കുകയും ചെയ്യുക. അപ്പൊ അതിൽ തെരുവ് നാടകം ഫറോന ലെവലിലും രൂപത ലെവലിലും ഒക്കെ ഒരുപാട് പ്രാവശ്യം 2ാം സ്ഥാനവും അവിടെ 1ാം സ്ഥാനവും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ബൈബിൾ നാടകം ഒരെണ്ണം POCയിൽ നെടലാട്ടം എന്നും പറഞ്ഞ് പോയി രൂപതയിൽ നിന്ന് പോയിട്ട് സമ്മാനം മേടിച്ചിട്ടുണ്ട്. അപ്പൊ ബൈബിൾ നാടകം എഴുതുമ്പം ആ ബൈബിൾ സന്ദേശം ചോർന്നു പോകാതെ, അല്ലെങ്കിൽ ബൈബിളിലെ കഥകളിൽ നിന്ന് പ്രയോജനം ഉൾക്കൊണ്ടുകൊണ്ട് എന്നാൽ ബൈബിൾ സന്ദേശം ജനത്തിന് കിട്ടത്തക്ക ഒരു വിധം എഴുതുന്നു. പല ബൈബിൾ നാടകങ്ങൾ, ഇപ്പൊ ഇറങ്ങുന്ന ബൈബിൾ നാടകങ്ങളിൽ അങ്ങനെ ഒരു സന്ദേശമൊന്നും കാണാനില്ല. പൊതുവെ ഒരു തട്ടുപൊളിപ്പൻ രീതിയിൽ അതല്ല, ഇതിൽ പറയുന്ന ബൈബിളിന്റെ വാക്യങ്ങളും സന്ദേശവും ചോർന്നു പോകാതെ തന്നെ നമ്മൾ ഒരു ജനത്തിന് ഇഷ്ടപ്പെടുന്ന ഒരു നാടകം എഴുതും. അതിൽ ബറാബാസ് എന്നും പറഞ്ഞ് ഒരു നാടകമുണ്ട്. അത് യൂട്യൂബിലെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു 10-20 കൂടുതൽ ബറാബാസ് കിടപ്പുണ്ട്. എന്റെ നാടകം പലരും എടുത്ത് കളിച്ച് പോയിട്ട്
അങ്ങനെ ഒരു സജീവമായി വളരെ ബറാബാസിനെ ഒരു വ്യത്യസ്ത കാഴ്ചപ്പാടിലൂടെ കണ്ടിട്ട് എഴുതിയതാണ്. ഈ പ്രൊഫഷണലായിട്ട് പോകാനെന്ന് പറഞ്ഞാൽ ഞാനൊരു അന്തർമുഖനായിരുന്നു. പൊതുവെ ഞാൻ അധികം സംസാരിക്കത്തില്ല. അപ്പൊ അത് കാരണം എനിക്ക് ഇടിച്ചു കയറി ചെന്ന് ചോദിക്കാൻ കാര്യം 1-2 വട്ടം എൻ്റെ 1-2 സുഹൃത്തുക്കള് എന്നെ ഈ പ്രൊഫഷണൽ നാടകക്കാരെടുത്ത് കൊണ്ടുപോകുമ്പോ അന്ന് പ്രൊഫഷണൽ നാടകത്തിന് ഒരു വലിയ വാല്യൂ ഉണ്ട്. അങ്ങനെ നടന്മാരെന്നൊക്കെ പ്രമിച്ചൊരു മോശം പിടിച്ചൊക്കെ നിൽക്കും. നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ ഒരു രീതി. അങ്ങനെ വന്നപ്പോൾ ഞാൻ പിന്നെ ആരെയും കാണാൻ പോകാതെ ഇരുന്നിട്ട് പിന്നീടാണ് അവിടെ എൻ്റെ സുഹൃത്തുക്കളെല്ലാം കൂടെ കൊല്ലം ബോധി എന്നും പറഞ്ഞൊരു സമിതി ഇങ്ങനെ തട്ടിക്കൂട്ടാൻ പരിപാടി അല്ല പ്രൊഫഷണലായിട്ട് ചെയ്യാനാണ്. അപ്പൊ അങ്ങനെ വന്നപ്പം ആ നാടകമായിട്ട് ബന്ധപ്പെട്ട് രാമൻ വിശ്വനാഥൻ എന്നും പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് അതിൽ സംവിധായകനായിട്ട് വന്നു. അപ്പൊ ആ നാടകം എല്ലാം റെഡിയായെങ്കിലും അത് വേദിയിൽ കളിക്കാൻ പറ്റിയില്ല. കാര്യം നാടകം എല്ലാം സെറ്റായി ഫസ്റ്റ് വേദി കഴിഞ്ഞപ്പോഴേ വീണ്ടും സാമ്പത്തിക പ്രതിസന്ധി വന്നു. പിന്നെ നടന്മാരുടെ ചില പ്രശ്നങ്ങൾ വന്നു. അങ്ങനെ വേദി കളിക്കാൻ അദ്ദേഹമാണ് എന്നെ പിന്നീട് ഈ കണ്ണൂർ വാസുട്ടി എന്ന് പറയുന്ന ഒരു വലിയ നാടകക്കാരന്റെ മുന്നിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിനടുക്ക ഞാൻ ചെല്ലാൻ പറഞ്ഞപ്പോ ഞാൻ യഥാർത്ഥത്തിൽ പോയില്ല. കാര്യം എനിക്കൊരു ഭയം ഉണ്ടായിരുന്നു. കാര്യം അദ്ദേഹത്തെ പോലത്തെ ഒരു വ്യക്തിയുടെ മുമ്പ് നമ്മൾ ഉണ്ട് എന്നൊരു നാടകം വഹിക്കാനുള്ള കപ്പാസിറ്റി എനിക്കുണ്ടോ എന്നൊരു സംശയം ഉണ്ടായി. പക്ഷെ അദ്ദേഹം വീണ്ടും അവിടുന്ന് വേറെ ആരുടെ ഇങ്ങനെ ചോദിച്ചു, വീണ്ടും വിളിച്ചു. ഞാൻ ചെന്ന് സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ അദ്ദേഹത്തിന് ആദ്യം സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ എടുക്കാവുന്നതെന്നും പറഞ്ഞു. പിന്നീട് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ദാസേ നമുക്ക് ആ സ്ക്രിപ്റ്റ് ചെയ്യാം, അത് ഇന്ന രീതിയിൽ പോകണമെന്ന് പറഞ്ഞു. കാര്യം അന്നേരം അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൻ ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ചു. അപ്പൊ അതുകൊണ്ട് അത് ആ കഥ പറയണമെന്ന് തോന്നി. അങ്ങനെയാണ് ആ നാടകം ജീവിതപാഠം എന്നും പറഞ്ഞ് ഞങ്ങൾ കളിക്കുന്നു. കാര്യം അതൊരു ബൈക്ക് ആക്സിഡന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ദുരന്തം, ഒരു കുടുംബത്തെ ഒരു ചെറുപ്പക്കാരന്റെ ഒരു എടുത്തുചാട്ടം അല്ലെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് ഒരു 3-4 കുടുംബങ്ങളുടെ പൂർണ്ണമായ തകർച്ച, പിന്നീട് അവന്റെ കുടുംബവും, പിന്നീട് അവന്റെ ജീവിതം, അവനൊരു വീൽ ചെയറിലായി സ്വയബോധമില്ലാതാകുന്ന തരത്തിലേക്ക് പോകുന്നു. ആ നാടകം കേരളത്തിൽ ഈ ശാസ്താംകോട്ട കുന്നത്തൂർ ഭാഗത്ത് ഈ നാടകം ഒരു അമ്പലത്തിൽ നടന്നിട്ട് പിന്നെ 2 കേന്ദ്രങ്ങളിൽ തൊഴിലുറപ്പ് സ്ത്രീകള് പിരിവിട്ട് ഈ നാടകം അവിടുത്തെ ചെറുപ്പക്കാർക്ക് കാണാൻ വേണ്ടി കളിപ്പിച്ച ഒരു സിറ്റുവേഷൻ സന്ദേശമുള്ളതുകൊണ്ട് അവിടാണ് തോന്നുന്നു. ഞാൻ പറഞ്ഞ സ്ഥലത്തിനകത്ത് വ്യത്യാസം ആ കിഴക്കൻ മേഖലയിൽ അത് വാസുട്ടി മാഷ് പറഞ്ഞു. അപ്പൊ അങ്ങനെ ആ നാടകം ഏറെ കേരളത്തിൽ കാലഘട്ടത്തിലായിരുന്നു. ഇത് നമ്മുടെ കൊറോണയ്ക്ക് തൊട്ട് മുമ്പ്. പിന്നെ കൊറോണയ്ക്ക് ശേഷം ആ നാടകം പിന്നെ ഒരു 2 വർഷത്തോളം കളിച്ചു. കഴിഞ്ഞ വർഷം പിന്നെ 475ഓളം സ്റ്റേജ് കളിച്ചു. പിന്നീട് സംസ്കൃതിക്ക് വേണ്ടി തന്നെ കഴിഞ്ഞ വർഷം ബോധിവൃക്ഷത്തണൽ എന്ന് പറഞ്ഞൊരു നാടകം. ബുദ്ധന്റെ അല്ല, അത് നമ്മുടെ വീടുകളിൽ പ്രായം ആയിട്ടുണ്ടാകുന്ന അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഉണ്ടാകുമ്പോൾ ഇവർക്ക് അൽഷിമേഴ്സ് എന്ന രോഗം പിടിപെടും. വളരെ ഒരു സന്ദേശമായിട്ട്. അപ്പൊ ഈ 2 നാടകവും എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഈ നാടകം കഴിയുമ്പോൾ സ്റ്റേജിന്റെ പിന്നിൽ ചെന്ന് പലർക്കും അവരുടെ അനുഭവമായിട്ട് തോന്നിയിട്ടുണ്ട്. രണ്ട് നാടകവും. പിന്നെ കൊല്ലം സോദിക്ക് വേണ്ടി സ്നേഹക്കൂടെന്നും പറഞ്ഞൊരു നാടകം. അതിപ്പം അതെ, അതിന്റെ പ്രധാനപ്പെട്ട കക്ഷി മരിച്ചുപോയി. ഇപ്പൊ സമയത്ത് നിന്നിരിക്കുക തേവലക്കര മോഹൻ. അപ്പൊ അദ്ദേഹത്തിന് അത് ഒരു കോളേജ് ജീവിതത്തിനിടയിൽ ഒരു പെൺകുട്ടി വളരെ മിടുക്കിയായിട്ട് പഠിക്കുന്നു. എന്നാൽ ഈ കുട്ടി അറിയാതെ തന്നെ ഘട്ടം ഘട്ടമായിട്ട് ലഹരിക്ക് അടിമപ്പെട്ടു പോയിട്ട് ഉണ്ടാകുന്ന ദുരന്തം. പിന്നെ കായംകുളം സബരിക്ക് വേണ്ടി എഴുതി ചെമ്പം കുതിര എന്നൊരു നാടകം. അത് രാഷ്ട്രീയമായ പ്രമേയം. അത് ഗുജറാത്തിലുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോലീസ് ഓഫീസറുടെ ലൈഫിൽ നിന്ന് എടുത്തിട്ട് നാടകാവിഷ്കാരം കൊടുത്ത് ഒരു അത് രാഷ്ട്രീയ നാടകമാണ്. രാഷ്ട്രീയമാണ് അത്. പ്രത്യക്ഷത്തിൽ അങ്ങനെ അതിനെ നമ്മളൊന്ന് കാര്യം അത് പ്രത്യക്ഷത്തിൽ നമുക്കത് അങ്ങനെ പറയാൻ പറ്റാത്തതുകൊണ്ട് അതൊന്ന് പൊതിഞ്ഞ് എന്നാൽ ആ സംഭവങ്ങൾ അതിലൂടെ പറയാൻ ശ്രമിച്ചൊരു നാടകമാണ്. പിന്നെ ഇപ്പം ഈ വർഷം എഴുതിയ ഈ ശലഭവർണ്ണങ്ങൾ, അതും ഈ പറഞ്ഞ കണക്കൊരു സോഷ്യൽ ഇതാണ്. നാടകം ഇറങ്ങാത്തത് കൊണ്ടാണ് ഞാൻ പിന്നെ അതിനെക്കുറിച്ച്. പിന്നെ അങ്കമാലി ഇപ്പം ഈ വർഷം സംസ്കാരം എന്നും പറഞ്ഞ് ഇറങ്ങുന്ന, അതും ഒരു കുടുംബത്തിനുള്ളിൽ ഇന്ന് പുതിയ കാലത്ത് പെട്ടെന്ന്
കണ്ടും കേട്ടും ഒക്കെ ഓരോ കുടുംബങ്ങളിൽ സംഭവിക്കുന്ന പുതിയ കാലത്ത്, പഴയ കാലത്ത് എന്ന് പറയുമ്പം ഏത് അവസ്ഥയിലും ദാമ്പത്യം എന്ന് പറയുന്നത് അതിനാണല്ലോ, ഏതവസ്ഥയിലും പരസ്പരം താങ്ങാകുക. ഇന്ന് അത് ഇല്ല. ഒരാളിന് ഒരു സാഹചര്യത്തിൽ ഒരു വീഴ്ച വന്നാൽ അടുത്ത ആള് പെട്ടിയെടുത്ത് പോകുന്ന ഭൗതികമാണ്. അപ്പൊ അങ്ങനെ വരുന്ന ഒരു ലൈഫുമായിട്ട് ബന്ധപ്പെട്ട പുതിയ കാലത്തിലെ ഒരു കഥയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതാണ് എന്റെ നാടകത്തിന്റെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ. ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പൊ എനിക്കതിനകത്ത് ഇത് കേട്ടപ്പോ ഞാൻ ഒരു ചോദ്യം ഉള്ളതെന്ന് പറഞ്ഞ, ആദ്യം ചെറുപ്പത്തില് സജീവമായിരുന്നു, പിന്നെ എനിക്കൊന്ന് കോവിഡ് അടുപ്പിച്ചാണ് വീണ്ടും തുടങ്ങി. അതിനു മുമ്പ് ഇങ്ങനെ ഒറ്റപ്പെട്ട് ചെറിയ സ്കിറ്റുകൾ, കുട്ടികൾക്ക് ആവശ്യപ്പെടും. പിന്നെ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഈ ക്രിസ്മസ് കരോളിന് ഞാൻ ചെറിയ സ്കിറ്റുകൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഉണ്ട്. അങ്ങനെ വരുന്ന പറഞ്ഞാൽ ആ സ്കിറ്റുകളും ചില അനുഭവങ്ങൾ, നമുക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ക്രിസ്മസ് സ്കിറ്റ് നടന്ന് കഴിഞ്ഞപ്പം ഈ നമ്മുടെ വീടുകളിൽ പണിയാൻ വേണ്ടി നമ്മൾ പുതിയ വീട് വെക്കുമ്പോൾ പഴയൊരു വീട് വെക്കുമല്ലോ, ഒരു വീട് വെക്കുമല്ലോ, കാര്യം നമുക്ക് തൽക്കാലം ഷെൽട്ടറിന് വേണ്ടി. അപ്പം അങ്ങനെ വരുമ്പം പുതിയ വീടാകി കഴിയുമ്പോൾ ഈ പ്രായമുള്ളവര് പഴയ വീട്ടിൽ തന്നെ അവശേഷിക്കും. കുടുംബനാഥനും മക്കളും ഈ വീടുണ്ടാക്കിയവർ അതിൽ കയറുകയും പ്രായമുള്ളവര് പഴയ വീട്ടിൽ അവശേഷിക്കും. അത് പലയിടത്തും കാണുന്നുണ്ട്. അത് ഞാനൊരു സ്കൂളിലൊരു നാടകം ചെയ്തപ്പോഴും, ഞാൻ ഈ സ്കൂളിലാണ് വർക്ക് ചെയ്തത്. അപ്പൊ സ്കൂളിൽ നിന്ന് ഒരു ജൂബിലിക്ക് ഒരു നാടകം ചെയ്തപ്പോഴും, സ്ഥലം പറയുന്നില്ല, പിന്നെ അറിയാട്ട് പറയാം. അപ്പൊ ചെയ്തപ്പോഴും അവരിലും പ്രധാന വേഷം ചെയ്ത ആ പയ്യൻ ആ കഥാപാത്രം എടുത്തപ്പോഴും അവരുടെയും വീട്ടിൽ അന്ന് രാത്രി ഈ കുടിലിന്ന് വീട്ടിലേക്ക് മുതിർന്ന ആളെ കയറ്റിയിട്ടുണ്ട്. ഇത് കണക്ക് തന്നെ അവിടെയും ഈ നാടകം ചെയ്യുമ്പോൾ, ഈ സ്കിറ്റ് ചെയ്യുമ്പം ഇത് കണ്ടിട്ട് അവർക്ക് തന്നെ ഒരു ചിന്തിക്കാനുള്ളൊരു പ്രേരണയുണ്ടായി. എടാ, ഞാനാ ചെയ്തത്, എൻ്റെ അപ്പനോട് എൻ്റെ അമ്മയോട് ചെയ്തത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞാൽ ആ കാര്യം. എന്നിട്ട് അതിൻ്റെ ബാക്കിയുള്ളവരെന്നെ വിളിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ ആ സ്കിറ്റ് അവിടെ നടന്നതുകൊണ്ട് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഈ സാമൂഹിക പ്രസക്തി, അതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഗുണമെന്ന് പറഞ്ഞാലും അത്തരം സ്കിറ്റുകൾ നമ്മൾ കണ്ടും കേട്ട് സാമൂഹികമായിട്ട് നമ്മുടെ കുടുംബജീവിതത്തിൽ കാണുന്നതും കേൾക്കുന്നതും നമ്മൾ അവതരിപ്പിക്കുമ്പോൾ ഇത് എവിടെങ്കിലുമൊക്കെ സ്പാർക്ക് ചെയ്താൽ അതിന്റെ ഗുണമുണ്ടാകും. അത് തന്നെയാണ് ആ സ്കൂളിന്റെ ജൂബിലിക്ക് അവതരിപ്പിച്ചപ്പോഴും അത് അങ്ങനെ സംഭവിച്ചത്. പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ട സിസ്റ്റർ തന്നെ എന്നോട് പറഞ്ഞു, പക്ഷേ ആ നാടകം അന്ന് കൊച്ചുങ്ങൾ കളിച്ചെങ്കിലും ആ കളിച്ചൊരു പയ്യന്റെ വീട്ടിൽ തന്നെ അതിൻ്റെ ഒരു മാറ്റം ഉണ്ടായി എന്ന്. അപ്പൊ അങ്ങനെ ചില കൊച്ചു കൊച്ചു അനുഭവങ്ങൾ ഈ നമ്മുടെ കൊച്ചു ജീവിതത്തിൽ നമ്മുടെ എഴുത്തുകൊണ്ട് സാധിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്കൊന്ന്, ഞാൻ നേരത്തെ ചോദിക്കാൻ വന്ന ചോദ്യം, ഈ ഔദ്യോഗിക ജീവിതത്തിലോട്ട് കടന്നതാണോ ഈ ഒരു എഴുത്തിന് ഒരു തടസ്സം, ഒരു പെട്ടെന്നൊരു വിട്ടു നിൽക്കാൻ കുറച്ചെങ്കിലും? അതെ, ഒന്ന് അതാണ്. അതെവിടെയായിരുന്നു ജോലി? എവിടെയായിരുന്നു ജോലി? ഞാൻ നമ്മുടെ കോർപ്പറേറ്റ് മാനേജറുടെ നമ്മുടെ രൂപതയുടെ സ്കൂളിൽ ആയിരുന്നു ജോലി. ക്ലർക്കായിട്ടാണ് റിട്ടയർഡ് ആയി അടുത്ത കാലത്ത്. വല്ലാത്തല്ലേ ഒരു സാമൂഹിക ഒരു പരിഷ്കരണം ഈ നാടകങ്ങൾ വഴി നടന്നിരുന്നു. ഇപ്പൊ VT ഭട്ടതിരിപ്പാടിന്റെ അടുക്കളയിൽ നിന്ന രംഗത്തേക്ക്, അത് തന്നെ തോപ്പിൽ ഫാസിയുടെ നിങ്ങളെ കമ്മ്യൂണിസ്റ്റ് ആക്കിയ പോലെ നമ്മുടെ രാഷ്ട്രീയ ബോധമൊക്കെ ഉണർത്തുകയും ഒക്കെ ചെയ്തവര്, അല്ലെങ്കിൽ നമ്മുടെ അടിച്ചമർത്തുന്ന നമ്മുടെ ജനസമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങളൊക്കെ. ഇന്ന് നാടകം എവിടെ വന്ന് നിൽക്കുന്നു? ഈ സാമൂഹിക പരിഷ്കരണം നടക്കുന്നുണ്ടോ, അതോ വെറും ഈ ഉത്സവ പറമ്പുകളെ എന്താ പറയുക ഉന്മാദത്തിലാക്കാൻ വേണ്ടിയുള്ള നാടകങ്ങളാണോ, അല്ലെങ്കിൽ അവരെ ഒന്ന് കോരിത്തരിപ്പിക്കാൻ വേണ്ടിയുള്ള ചില ഡയലോഗുകളൊക്കെ ചേർന്നുള്ള നാടകങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്? എവിടെ നിൽക്കുന്നു നമ്മുടെ ഇന്നത്തെ നമ്മുടെ കൊമേഴ്ഷ്യൽ നാടകം, പ്രൊഫഷണൽ നാടകം എവിടെ നിൽക്കുന്നു? ഇന്നത്തെ നാടകങ്ങൾ ഈ പറഞ്ഞ പഴയ കാലത്തെ നാടകത്തിന്റെ സാമൂഹിക പരിഷ്കരണം ഒന്നും ആരും ആഗ്രഹിക്കുന്നില്ല. മൂല്യങ്ങളൊന്നും അങ്ങനെയില്ല. എന്നാലേ തീരെ ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ചില നാടകങ്ങളിൽ കുടുംബ ബന്ധങ്ങളിൽ പുതിയ കാലത്തുണ്ടാകുന്ന ചില ശിഥിലമായ അവസ്ഥയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള നാടകം വരുന്നത്. എന്നാൽ സാമൂഹിക പരിഷ്കരണം മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രമേയങ്ങൾ ഇന്ന് സാധ്യമല്ല. ഒരു പ്രസ്ഥാനത്തെയും കുറ്റം പറഞ്ഞുകൊണ്ടൊരു നാടകം ഇറക്കിയാൽ ആ നാടകം ആദ്യത്തെ സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ എങ്ങും കളിക്കത്തില്ല. ഒന്ന്, ഇന്നിപ്പം നാടകത്തിന്റെ വേദികൾ കുറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മൾ ഇന്ന് ദേവാലയങ്ങൾ, പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് ക്രിസ്ത്യൻ ദേവാലയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നാടകങ്ങൾ ഇല്ല. പൊതുവെ ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ അതെന്തുകൊണ്ടോ അത് ഇല്ലാതായി എന്ന് നമ്മൾ പഠിക്കേണ്ടതാണ് വിഷയം. പക്ഷെ അതുകൊണ്ടുള്ള കുഴപ്പം എന്തെന്ന് പറഞ്ഞാൽ സാമൂഹിക പ്രസക്തിയുള്ള പല വിഷയങ്ങളും ചർച്ച ചെയ്യാൻ നാടകവേദി ധൈര്യപ്പെടുന്നില്ല. കാരണം ഒന്ന്,
ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വേദികൾ, പിന്നീട് അല്ലാതെ ഒറ്റപ്പെട്ട ചില ഫൈനാൻസ് പ്രോഗ്രാമുകൾ മാത്രമേ ഉള്ളൂ. മറ്റേത് അങ്ങനെയല്ല, ഒരു നാടകം പള്ളിയിൽ കളിച്ചില്ലെങ്കിൽ അമ്പലത്തിൽ കളിക്കും, അമ്പലത്തിൽ കളിച്ചില്ലെങ്കിൽ പള്ളിയിൽ കളിക്കും. ചെറിയ വിമർശനങ്ങൾ ആകാമായിരുന്നു. ഇന്ന് അതിനുള്ള അവസരം സ്കോപ്പില്ല. കാര്യം അതുകൊണ്ട് ഈ സത്യം പറഞ്ഞാൽ ഈ പള്ളികൾ കുറച്ചുകൂടെ നാടകങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. കാര്യം അതുകൊണ്ട് നേട്ടങ്ങളുണ്ട്. നേട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നാടകം കുറെ കൂടെ സാമൂഹികപരമായിട്ട് പള്ളിയില് ഒരു നാടകങ്ങൾ കളിപ്പിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഈ ബൈബിൾ നാടകങ്ങൾ ഉൾപ്പെടെയാണോ അത് ഉദ്ദേശിച്ചത്? ബൈബിൾ നാടകത്തിന് പോലും ഇപ്പൊ എല്ലാ സമിതിയും നിർത്തിയല്ലോ. 1-2 സമിതിയുള്ളൂ. കാര്യം ബൈബിൾ നാടകം നടത്തിയിരുന്ന അച്ഛന്മാര് എല്ലാം സാമ്പത്തികമായിട്ട് പരാജയപ്പെട്ട് അവർക്ക് വേദികളില്ലാതെ വന്നപ്പം അവർ നിർത്തി. ഇപ്പം ചിലര് നാടകം നടത്തുന്നത് പള്ളി കേന്ദ്രീകരിച്ചല്ല, വ്യക്തികൾ. ഇപ്പൊ ഒരു ബാലയെ നടത്തുന്നു, അവരിപ്പുറത്തോട്ട് മാറി ബൈബിൾ നാടകം വയ്ക്കുന്നു. അപ്പം ഇത് ആണ് ഇപ്പോഴത്തെ ബൈബിൾ നാടകം. അപ്പൊ അത് കാരണം വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടുന്നില്ല. ബൈബിൾ സന്ദേശം ഉദ്ദേശിക്കുന്ന അർത്ഥത്തിൽ കൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ബൈബിൾ നാടകത്തിന് വേദികളിൽ പള്ളികളിൽ ഇല്ലാതെ വരുന്നത് കൊണ്ട് ബൈബിൾ നാടകം ഇറക്കിയ അച്ഛൻ ഇപ്പൊ മലയെന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് ഒരു അച്ഛൻ ഇറക്കുമായിരുന്നു. ആ അച്ഛനൊക്കെ വളരെ ദയനീയ അവസ്ഥയിൽ നാടകം നിർത്തിവെക്കേണ്ടി വരിക പലപ്പോഴും. അത് പള്ളിയുടെ ഒരു പ്രശ്നമാണ്. പള്ളിയിലെ ഒരു ബൈബിൾ നാടകം സാമൂഹിക നാടകമോ കൊടുക്കാം, സാമൂഹിക നാടകവും നടത്താം. 1-2 നാടകം നടത്തുന്നതെന്നും പറഞ്ഞ് സമുദായം നശിക്കത്തില്ല. കാര്യം പൊതുവേ ആൾക്കാരെ പുറത്ത് ദൂരെ പോയി പരിപാടി കാണത്തില്ല. അപ്പൊ പള്ളികളിൽ വരുമ്പോ ആ പരിസരത്തുള്ള പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കുറെ പേര് നാടകങ്ങൾ. അപ്പൊ പുതിയ നാടകങ്ങളിൽ ഉണ്ടാകുന്ന സന്ദേശങ്ങൾ എന്താണെന്ന് അവർക്ക് കുറച്ചൊക്കെ ഈ നാടകത്തിൽ നിന്ന് ചിലർക്കെങ്കിലും ഒക്കെ കിട്ടും. അതില്ലാതെ വരുമ്പോ അപ്പൊ ഈ നാടകത്തിന് വേദി കൊടുത്തിക്കാതെ വരുന്നത് കൊണ്ടില്ല. പക്ഷെ ഒരു സുവിശേഷം പ്രസംഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ നാടകം കൊടുക്കാൻ പറ്റും, മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഈ നമുക്ക് ഒരു വലിയൊരു നാടക പാരമ്പര്യം ഉണ്ടല്ലോ. നമ്മളിപ്പോ ഒരു ഇടവകൾ എടുത്താൽ തന്നെ അവിടെയൊക്കെ കുറെ കലാകാരന്മാര് നാടകത്തെ രസിക്കുകയും അതിൽ നാടകത്തിൽ ആകൃഷ്ടരാകുകയും അവരതിനകത്ത് പ്രവർത്തിക്കാൻ താല്പര്യപ്പെടുകയും അഭിനയിക്കാൻ. ഇപ്പൊ ചവിട്ട് നാടകം തൊട്ട് നമുക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് മുമ്പ് എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാർ അവിടെ വന്ന് നാടകങ്ങളൊക്കെ അവതരിപ്പിക്കുകയും അത് കഴിഞ്ഞ് ചവിട്ട് നാടകവും ഇങ്ങനെയൊക്കെ ഒരു പിന്നിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറെ ചരിത്രം നമുക്കുണ്ട്. നാടകത്തിൽ തന്നെ ഓരോ ഇടവകയിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു ചരിത്രം കാണും. കുറെ കലാകാരന്മാരുണ്ടായിരുന്നു ഓരോ സ്ഥലത്ത്. ആ പേരിലൊക്കെ കഥാപാത്രങ്ങളുടെ പേരിലൊക്കെ അവരെ അറിയപ്പെടുകയും ചെയ്യുന്ന ഒരു. അപ്പോൾ അത് ഇങ്ങനെയുള്ള കലാകാരന്മാർ അല്ലെങ്കിൽ ഈ പുതിയ തലമുറയെ ഇത് ബാധിച്ചിട്ടില്ലേ ഒരു തരത്തിൽ നോക്കിയാൽ? പുതിയ തലമുറയ്ക്ക് നാടകം എന്താണെന്ന് അറിയാൻ വയ്യാത്തവരെ ഇപ്പൊ കൂടുതൽ. ഇവിടെ സ്ഥലത്ത് നാടകം നടന്നാൽ പുതിയ തലമുറ നാടക ഗ്രൗണ്ടിലോട്ട് പോലും പ്രവേശിക്കാറില്ല മിക്കവാറും ഭാഗത്തും. പഴയ കാലത്ത് എന്ന് പറയുമ്പോൾ ഓരോ സ്ഥലത്തും അമച്ചറായിട്ട് ഒരുപാട് നാടക കലാകാരന്മാർ ഒത്തുകൂടിയിരുന്നു. കാര്യം അതിന് നല്ലൊരു പാരമ്പര്യം. ഇപ്പൊ ശക്തികുളങ്ങര തന്നെ എടുത്ത അവിടെ ഒരു പഴയ തമിഴ് നാടക പാരമ്പര്യം തന്നെ ഉണ്ട്. അവിടെ വളരെ പോപ്പുലർ ആയിട്ട് പഴയ അവിടെ തന്നെ ഇപ്പോഴും അറിയപ്പെടുന്ന കുറെ നാടക കലാകാരന്മാർ പറഞ്ഞിട്ട് നാടകങ്ങൾ. ചവിട്ട് നാടകം തന്നെ അന്യം നിന്ന് പോയി. ഇപ്പൊ ഈ അടുത്ത സമയത്ത് ആലപ്പുഴ കൃപാസനവുമായിട്ട് ബന്ധപ്പെട്ട് അവരിത് കുറെ സംരക്ഷിക്കാൻ വേണ്ടി വേണ്ടെടുത്തു. പിന്നീട് ഇപ്പൊ എറണാകുളത്ത് അലക്സ് തുളുപാടൻ എന്നൊക്കെ അതൊക്കെ എനിക്ക് കൂടുതൽ യുവജനോത്സവം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് ഇപ്പൊ ജീവിക്കാനായിട്ടുള്ള ശ്രമങ്ങളും അതുവഴിയൊക്കെ എനിക്ക് അവിടെ എറണാകുളത്ത് അവിടെ 1-2 ടീം വളരെ സജീവമായിട്ട് കുടുംബങ്ങൾ അവര് തലമുറ ഒക്കെ ആയിട്ട് നാടകം ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് അവിടുന്ന് പുറത്തേക്ക് ആ നാടകം ക്രിസ്ത്യൻ മേഖലയിലേക്ക് എത്തിക്കാനുള്ള ഒരു അവസരം ഇല്ല. കാര്യം അത് അവരുടെ ഒരു നമ്മുടെ ഒരു പരിമിതിയാണത്. അത്തരം നാടകങ്ങൾ അല്ലെങ്കിൽ ഒരു തിരുനാളൊക്കെ വരുമ്പോ അതും നമ്മുടെ പാരമ്പര്യ കലകളിൽ പെടുന്നതാണെന്നും പറഞ്ഞിട്ട് കാണിക്കാനായിട്ട് പിന്നെ ഇത്തിരി എക്സ്പെൻസീവ് ആകും. കാര്യം അവിടെ നിന്ന് ഒരു സമിതി ഇവിടെ വന്ന് കളിക്കുമ്പം അതും മുടക്കാൻ പലരും തയ്യാറാകത്തില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അത് ചവിട്ടുനാടകം നമുക്ക് പ്രാചീനമായ പാരമ്പര്യത്തിൽ ഉള്ളൊരു നാടകമായിരുന്നു. അതും അന്യം നിന്ന് പോയി. ഇപ്പൊ അതും എല്ലാ നാട്ടിലും ഉണ്ടായിരുന്നു. ചവിട്ട് നാടക കലാകാരന്മാര് ഈ പറയുന്ന പഴയ കാലത്ത് എല്ലാ നാട്ടിലും ഒറ്റപ്പെട്ട് ആൾക്കാരുണ്ടായിരുന്നു. അവര് പറയുന്ന കേൾക്കാൻ പണ്ട് ഈ ചായ ഉണ്ടാക്കാൻ വേണ്ടി ചേടിയും കല്ലും ഒക്കെ ഇടിച്ചു കൂട്ടി പെട്രോമാക്സിന്റെ വെളിച്ചത്തിൽ പോയി ഭയങ്കര ശബ്ദത്തിൽ ഒന്നും വയ്ക്കുന്നുമില്ല സംസാരിച്ച് അങ്ങനെ നാടകത്തെ കുറിച്ച് എന്റെ നാട്ടില് ഉണ്ടായിരുന്നു, പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ ശക്തികുളങ്ങര പ്രദേശത്തും ഒക്കെ അങ്ങനെ കുറെ കലാകാരന്മാർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ പിൽക്കാലത്ത് അവരെല്ലാം മൺമറഞ്ഞ് പിന്നീട് അവരെല്ലാം വിസ്മരിക്കപ്പെട്ടു പോയി നാടകം. ഈ ഔദ്യോഗിക ജീവിതത്തിലോട്ട് വരാം. ആ സമയത്ത് എങ്ങനെയായിരുന്നു ഈ ജീവിതത്തിൽ പലപ്പോഴും നമ്മളൊരു കലാകാരനാവുമ്പോൾ
ഈ ജോലി ചിലപ്പോ ഒരു ആസ്വദിക്കാൻ പറ്റാത്ത കലാകാരന്മാർക്കെല്ലാം പറ്റുന്ന ഒരു അവസരമാണ്. എനിക്ക് ഈ ജോലി ക്ലറിക്കൽ ജോലി എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല, പക്ഷെ എനിക്ക് തോന്നുന്നു എന്റെ ജീവിത സാഹചര്യം എന്നെ ഇവിടെ കൊണ്ടിരുന്നത് പലരും ഈ കലാകാരന്മാർ പലപ്പോഴും ഇങ്ങനെ ഒരു ജോലിയിൽ വന്ന് നിൽക്കുമ്പോൾ വലിയ പ്രയാസം അവർക്ക് അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത്, അത് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ട്. ഞാൻ ഈ ജോലിയിൽ പറഞ്ഞ കണക്ക് ഒരു അങ്ങനെ വലിയ പ്രാഗൽഭ്യമായിട്ട് അങ്ങനല്ല. അപ്പോഴും എൻ്റെ മനസ്സ് ഒരു ചത്ത ഒരു മനോഭാവത്തില പലപ്പോഴും നിന്നിട്ടുള്ളൂ. ഒന്ന് നമ്മുടെ മേഖല അല്ലത്, പിന്നെ ജീവിക്കാൻ അത് ആവശ്യമാണ്. നമ്മുടെ സാഹചര്യം അനുസരിച്ച് അത് ഇട്ടറിഞ്ഞുകൊണ്ട് വേറൊന്നിലോട്ട് പോകാൻ ഒരു കാരണവശാലും പറ്റത്തില്ല. കാര്യം അത് സാമ്പത്തികമായി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇല്ല. അങ്ങനെ വന്നപ്പം നമ്മൾക്ക് ഈ ജോലി ഈ മുഖ്യമായപ്പോൾ എഴുത്തിനെ ബാധിച്ചു ആ സമയത്ത്. പിന്നീട് ഈ ജീവിതപാഠം എഴുതാനോന്ന് എനിക്ക് തീർത്ത് തോന്നി അങ്ങനെ എഴുതാൻ കാരണം അതൊരു അനുഭവം നേരിട്ട് കണ്ടപ്പം ഇതെങ്ങനെയും ജനങ്ങളോട് പറയണം, കരിഞ്ചോ യുവാക്കള് പറയണമെന്ന് തോന്നിയത് കൊണ്ട് ആ നാടകം എഴുതിയെങ്കിലും കുറെ കാലം കൈ വെച്ചിരുന്നു. കാര്യം അത് കളിക്കാൻ നമുക്ക് വേദിയില്ല. പിന്നെ അതിന്റെ ചെറിയ സ്കിറ്റ് രൂപമൊക്കെ ആദ്യം അവിടെ കളിച്ചപ്പോൾ അതിനൊരു റിസൾട്ട് ഉണ്ടായി. പിന്നീട് ഏതോ ഒരു നിയോഗം പോലെ ഈ രാമൻ വിശ്വനാഥൻ അദ്ദേഹമാണ് എന്നെ അവിടെ കൊണ്ടെത്തിക്കുന്നത്. പിന്നീട് അത് നാടകം വായിച്ചെങ്കിലും എടുക്കാവുന്നൊന്നും പറഞ്ഞില്ല. പിന്നെ കുറെ കഴിഞ്ഞെന്നാ അദ്ദേഹം ചിന്തിച്ചപ്പോൾ ഇതൊന്ന് കളിച്ചു നോക്കാം. കാര്യം സാധാരണ നാടക സങ്കല്പത്തിൽ നിന്ന് അവരൊക്കെ ചെയ്യുന്ന ഈ വലിയ സ്ഫോടനാത്മകമായ ഡയലോഗുകളൊന്നുമില്ല. ലൈഫ് നാടകമായതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു പ്രയാസം വന്നു. പക്ഷെ പ്രേക്ഷകൻ അത് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് ആ നാടകം പിന്നെ പോയി. പിന്നെ പൊതുവെ ഞാൻ അങ്ങനെ ഈ ജീവിതം ആണ് നാടകമായിട്ട് പറയേണ്ടത്. അപ്പം ഞാൻ ഇതുവരെ എൻ്റെ കയ്യിൽ ഞാൻ ചെയ്ത നാടകങ്ങളൊക്കെ ഓരോ ജീവിതമാണ്. ജീവിതത്തിൽ നിന്ന് കണ്ടതും കേട്ടതും വെച്ചിട്ടായിരുന്നു. അതുകൊണ്ട് അതിനകത്തുനിന്ന് പുറമേ നിന്നുള്ളൊരു വില്ലന്റെ പ്രവേശം അങ്ങനൊന്നും ഇല്ല. ജീവിതത്തിലെ ചില കഥാപാത്രങ്ങളുടെ പ്രവൃത്തി വില്ലനായിട്ട് അവരെ തന്നെ തിരിഞ്ഞ് ആ കുടുംബത്തിൽ വരുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള നാടകങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു വളരെ സ്വസ്ഥമായിട്ട് ഇങ്ങനെ കളിച്ചു പോകത്തക്ക ഒരു തരത്തിലേക്ക് വരും. അവരൊക്കെ മറ്റു നാടകങ്ങൾ അത് വരും, അത്തരം നാടകങ്ങളുടെ സാഹചര്യം വരും. പക്ഷെ ഇതുവരെ ഇപ്പം നമ്മൾ ഈ രംഗത്തോ ആദ്യമായതുകൊണ്ട് നമ്മൾ പച്ചയായിട്ട് നമുക്ക് കുറെ അനുഭവങ്ങൾ കണ്ടും കേട്ടുകൊണ്ട് അത് നാടകത്തിലൂടെ പ്രേക്ഷകരിലോട്ട് പറയണം. കാര്യം ജീവിതം പറഞ്ഞില്ല ജനം ഇരിക്കത്തില്ല. അപ്പൊ ഈ നമ്മൾ ഈ ഇപ്പൊ ഉത്സവപ്പറമ്പുകളായാലും പള്ളിപ്പറമ്പുകളിലായാലും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ സിനിമ അല്ലെ, സിനിമയും സീരിയലുകളും ഒക്കെ ഡോമിനേറ്റ് ചെയ്ത് തുടങ്ങിയപ്പം അല്ലെ, സാമൂഹിക ജീവിതത്തിൽ ഡോമിനേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നാടകത്തിന് വളരെ അപ്രസക്തമാവുകയും അപ്രതീക്ഷമാവുന്ന ഒരു അവസ്ഥയിലോട്ടൊക്കെ വന്നിരിക്കുകയും ഇപ്പൊ എനിക്കൊന്ന് കുറച്ച് സമിതികളുടെ എണ്ണത്തിൽ തന്നെ വളരെ കേരളത്തിൽ കുറവ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഉണ്ട്. അപ്പൊ എന്ത് ഭാവിയാണ് ഇനി നാടകത്തിൽ കേരളത്തിൽ കാണുന്നത്, അല്ലെങ്കിൽ അതിനെ തിരിച്ചു കൊണ്ടുപോകാൻ പുനരുജ്ജീവിപ്പിക്കാനായിട്ട് എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്? നാടകം ഒന്ന്, ഇപ്പോഴത്തെ നാടകം ചെലവേറിയ ഒരു പ്രക്രിയയായി മാറി നാടക അവതരണം. അല്ല, ഞാൻ ചോദിക്കുന്ന എന്റെ ഉദ്ദേശം കൊണ്ട് ഈ ജനങ്ങളെ തിരിച്ച് ഈ നാടകം കാണാനായിട്ട് കൊണ്ടുവരേണ്ട ഒരു അവസ്ഥയുണ്ടല്ലോ. പലപ്പോഴും ജനങ്ങളും വരുന്നില്ല, സഹകരിക്കുന്നില്ല. ഇപ്പം പൊതുവെ നാടകം ഇപ്പൊ ഞാനൊരു 2-3 വർഷമായിട്ട് 3-4 വർഷമായിട്ട് ശ്രദ്ധിക്കുമ്പോൾ നാടകം അവതരിപ്പിക്കുന്ന ടൈം ഒരു പ്രശ്നം. ടൈം കൃത്യമാണെങ്കിൽ ഗ്രൗണ്ട് നിറച്ച ആളുണ്ട്. ഒരു 7 മണിക്ക് നമുക്കൊരു പ്രോഗ്രാം കാണാൻ പറ്റുന്നെങ്കിൽ ഒരു ഗ്രൗണ്ട് നിറച്ച ആളുണ്ട്, നാടകം കാണാൻ വരും. മറിച്ചൊരു 10 മണിക്കാ അവതരിപ്പിക്കുന്നതെങ്കിൽ 10 മണിക്ക് ശേഷമാണെങ്കിൽ ആള് വരവ് കുറയും. ഒന്ന് പഴയതുപോലെ ആൾക്കാർക്ക് ഈ സമയം ഇല്ല, എവിടെങ്കിലുമൊക്കെ ചെലവഴിക്കാം. നമുക്ക് മറ്റൊരു വിനോദോപാധി ഇല്ലാതിരുന്ന സമയത്ത് നാടകമേ ഉള്ളൂ. അന്നൊരു ചുവന്ന കട്ടൻ കെട്ടിയാൽ നമ്മൾ കട്ടൻ കെട്ടുന്നിടം മുതൽ ഇത് അഴിച്ചുകൊണ്ട് പോകുന്നിടം വരെ ജനം ഗ്രൗണ്ടിൽ തന്നെ ഇരിക്കും. എപ്പോൾ തുടങ്ങിയാലും വിഷയമില്ല. മറിച്ച് ഇന്നത് അല്ല, ഇന്ന് ജനങ്ങളുടെ ജീവിത സാഹചര്യം മാറി. അവർക്ക് ആർക്കും ഈ കൂടുതൽ സമയം ഇത് കണക്ക് വീടും പൂട്ടിയിട്ട് വന്ന് ഇരിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നാടകത്തിന് പ്രേക്ഷകര് കുറഞ്ഞു. പിന്നെ ചില നാടകങ്ങളുടെ ഒരു സമയത്തുള്ള നിലവാര തകർച്ച, കാര്യം കണ്ട് മെലോഡ്രാമയായി. പിന്നീട് അതപ്പോൾ അവർക്ക് സാധാരണ ജീവിതമായിട്ട് ബന്ധമില്ലാത്ത നാടകങ്ങൾ വന്നു. അങ്ങനൊരു പ്രശ്നത്തിലോട്ട് പോയി. ഇപ്പൊ പക്ഷെ നാടകത്തിന് കുറച്ച് പ്രേക്ഷകരുണ്ട്. ഉള്ളത് ഈ ടൈം നല്ല ടൈമിന് ഒരു 7-8 മണിക്ക് നാടകം കളിക്കുക, ഒരു 10 മണിക്ക് അവർക്ക് വീട്ടിൽ പോകാനുള്ള സൗകര്യത്തിലാണെങ്കിൽ പ്രേക്ഷകർ വരുന്നുണ്ട്. പിന്നെ ഭാവി എന്ന് പറഞ്ഞാൽ നാടകം ഒരിക്കലും മരിക്കത്തില്ല. കാരണം നാടകം മരിക്കത്തില്ല. ഇപ്പൊ ഞാൻ ഭാവി ഉണ്ടെന്ന് പറഞ്ഞാൽ സോപാനത്തിൽ ഇപ്പൊ നാടകം നടത്തുന്നുണ്ട്, ആൾക്കാരുണ്ട്, അത്യാവശ്യം ആൾക്കാരുണ്ട്. ഇപ്പൊ ശക്തികുളങ്ങര നാടകോത്സവം നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സജീവമായിട്ട്
അവിടെ സന്ധ്യ ആകുമ്പോഴേ ഗ്രൗണ്ട് ആളുണ്ട്. കസേരകൾ പോലും ചില സമയം കിട്ടാൻ പ്രയാസപ്പെടുന്നുണ്ട്. കാര്യം അവിടെ എന്താ നാടകത്തിന്റെ ടൈം ആയതുകൊണ്ട് ജനത്തിന് വരാൻ കാണാൻ, ഫാമിലി ആയിട്ട് വന്ന് വീട്ടിലേക്ക് പോകാം. ഇത് കണക്ക് ഈ അത്തരം ഈ മേളകളിലെല്ലാം ആളുണ്ട്, നല്ല ആളുണ്ട്. നഗരങ്ങളിലൊക്കെ നമ്മള് തിയേറ്ററുകളുണ്ട്, സ്ഥിരം തിയേറ്ററുകളുണ്ട്, പല മെട്രോ പോലെ, കൽക്കട്ട പോലുള്ള, അല്ലെങ്കിൽ ബാംഗ്ലൂർ, മുംബൈ. അപ്പൊ അവിടെയൊക്കെ ആൾക്കാർ പൈസ ടിക്കറ്റ് കൊടുത്തിട്ട് നാടകം കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കൾച്ചർ നമുക്ക് ഇവിടെ വന്നിട്ടില്ല. കാര്യം ഇവിടെ അങ്ങനെ ഒരു കൾച്ചർ വേണം. കാര്യം ഇപ്പൊ സ്ഥിരം നാടക തിയേറ്ററുകൾ വേണം. കാര്യം ഇപ്പൊ ഏത് നാടകത്തിനായാലും ഇപ്പൊ ഒരു നാടകം കൊണ്ടുവന്ന് അവർക്ക് ഒരു നാടകം അവതരിപ്പിക്കുക, ആ നാടകം പോയി 1-2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച അവിടെ കളിക്കാം, ടിക്കറ്റ് എടുത്ത് ജനം കയറുന്നു, നാടകം കാണും. അവർ ആ നാടകം അടുത്ത ഒരു സ്ഥലത്തേക്ക് തിയേറ്ററിലേക്ക് തന്നെ പോവുക. ഇവിടെ വേറൊരു നാടകം വീണ്ടും ഇപ്പൊ സിനിമ റിലീസ് ചെയ്യുന്നത് പോലെ നാടകം കളിക്കാനുള്ള അവസരം അത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും കൂടെ ഒരു സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. കാരണം ഒരു നാടകം വരുമ്പോഴത്തേക്ക് അതിനകത്ത് 60 വ്യക്തികളെങ്കിലും ജീവിക്കുന്നുണ്ട്. കാരണം നാടകത്തിൽ വരുന്നൊരു നടനായാലും നടിയായാലും ടെക്നീഷ്യന്മാരായാലും അവർ ഒരു കുടുംബത്തൊരു 4 പേര് വെച്ച് നമ്മൾ കൂട്ടിയാൽ തന്നെ ഒരു 12 അല്ലെങ്കിൽ ഒരു 15 ആള് വരും ഒരു നാടകത്തിൽ. അപ്പൊ അവരുടെ ഇത്രയും ജീവിതമാർഗം ജീവിക്കുന്നത് ഈ ഒരു നാടകം കൊണ്ടാണ്. അപ്പൊ ഗവൺമെന്റ് കുറച്ചുകൂടെ ഗൗരവമായിട്ട് നാടകത്തെ കാണണം. ഇത് കണക്ക് ഈ ക്ഷേത്രങ്ങളായാലും പള്ളികളായാലും അന്നദാനത്തിന്റെ പ്രാധാന്യം നാടകത്തിന് കൊടുക്കാന്ന് പറഞ്ഞാൽ അതുകൊണ്ട് വീട്ടുവാടക കൊടുത്ത് ജീവിക്കുന്ന കുടുംബങ്ങളുണ്ട്, മക്കളുടെ പഠനം നടത്തുന്നവരുണ്ട്, മക്കളുടെ കല്യാണം നടത്തുന്നത്, അങ്ങനെ ഒരുപാട് ഈ നാടകത്തിന്റെ വരുമാനം വെച്ച് മാത്രം ജീവിക്കുന്നവരുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു ജീവകാരുണ്യ പ്രവൃത്തിയായിട്ടും ഈ കലാകാരന്മാർക്ക് അവരുടെ കുടുംബങ്ങൾക്ക് ചെയ്യുന്ന സഹായമായിട്ടും നമുക്കിത് കൂട്ടാം. ഒരു നാടകം നടക്കുമ്പോൾ ഒരു 10-60 ആൾ അതുകൊണ്ട് ജീവിക്കുന്നുണ്ട്, മരുന്ന് മേടിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഈ ഇതൊരു പേഴ്സണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇപ്പൊ ഈ എല്ലാരും ഈ നാടകക്കാരെല്ലാം സിനിമയിലോട്ട് കയറുന്നുണ്ട്. അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ കാണുന്നുണ്ടോ? അങ്ങനെ സിനിമയിലോട്ട് ഒരു തിരക്കഥ എഴുതണം, അല്ലെങ്കിൽ കഥ എഴുതണം, സിനിമാ പ്രവേശനം, എല്ലാവരും അങ്ങനെ തെറ്റൊന്നുമില്ല. അല്ല തെറ്റല്ല സാറേ. ഞാനത് ഇനി അതിനകത്ത് 2 ഉണ്ട് സംഭവം. ഒന്ന്, ഞാൻ തിരക്കഥ എഴുതിയിട്ടുണ്ട്, എന്റെ ഈ തിരക്കഥ ഉണ്ട്. പക്ഷെ എനിക്ക് ഇത് വിശ്വാസമില്ലാത്തൊരു ടീമിന്റെ അടുത്ത് ഈ തിരക്കഥ കൊണ്ട് പ്രസന്റ് ചെയ്യാൻ പറ്റത്തില്ല. ഈ സിനിമയ്ക്കൊരു കുഴപ്പമുണ്ട്. നമ്മളൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മള് പോലും ചിലപ്പോൾ 2 വർഷം കഴിയുമ്പോൾ സിനിമയാകും. നമുക്കവിടെ ഒരു ചിത്രകാരൻ, നമ്മുടെ കഥ അവര് പിന്നീട് അങ്ങനെ സംഭവമുണ്ട്. അപ്പം എന്റെ ജീവിതത്തിൽ എനിക്ക് അത്ര ഒരു അനുഭവമുണ്ട്. മലയാളത്തിലെ ഞാൻ വേറൊന്നും അതിനെ കൂടെ സൂചിപ്പിക്കുന്നില്ല. മലയാളത്തിലെ ഏറ്റവും സൂപ്പർ ഹിറ്റ് ആയിട്ട് ഒരു കാലത്ത് ഇറങ്ങിയ ഒരു സിനിമയുടെ കഥ എന്ന് പറയുന്നത് എന്റെ കയ്യിൽ നിന്ന് പോയ ഒരു നാടകത്തിന്റെ കഥ, അവതരിപ്പിക്കാതെ പോയൊരു നാടകം. അതൊന്ന് സിനിമയുമായിട്ടും സീരിയലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ട്രിവാൻഡ്രത്തുള്ളൊരു കക്ഷിയും 2 സ്ഥലത്ത് ആ സ്ക്രിപ്റ്റിന്റെ കോപ്പി പോയത്. ഒന്ന് ആലപ്പുഴ കേന്ദ്രീകരിച്ചു. അത് പിൽക്കാലത്ത് ഒരു വലിയ സൂപ്പർ ഹിറ്റ് സിനിമയായിട്ട് വന്നിട്ട് എനിക്കന്ന് ഇത് സ്ക്രിപ്റ്റ് പകർത്തി തന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹം സർവേലി രാജൻ ആണെന്ന് പറയാം. അദ്ദേഹം സൂപ്പറായിട്ട് വിരമിച്ചു, ഇപ്പം റിട്ടയർഡ് ചെയ്ത. അദ്ദേഹം അന്ന് ജോലിയും കഴിഞ്ഞ് വന്ന് ഒരിക്കൽ എന്നെ വിളിച്ചോണ്ട് പറഞ്ഞു, ദാസേ ആഫീസിൽ വന്ന് ഇന്നൊരു സിനിമയുടെ കഥ ആൾക്കാർ പറയുന്നുണ്ടല്ലോ, അത് ഞാൻ പകർത്തി എഴുതിയ ആ സ്ക്രിപ്റ്റാണെന്ന് തോന്നുന്നു, അതുമായിട്ട് നല്ല സാമ്യമുണ്ട്, ഒന്ന് പോയി കാണാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി. സിനിമ പറയാൻ പറ്റത്തില്ല സാർ, എന്താ അറിയാം പറയാൻ പറ്റാത്ത. അത് വമ്പൻ ടീമുകൾ ചെയ്ത് കാലം കുറെ കഴിഞ്ഞു. എന്താ അറിയാം, അതുപോലെ പേര് ഞാൻ പറഞ്ഞു, സൂപ്പർ സ്റ്റാർ അന്ന് ചെയ്ത് വളരെ പോപ്പുലറായിരുന്നു. അപ്പൊ എനിക്ക് അതിൽ നിന്ന് ഞാൻ ആ സിനിമ കണ്ടിട്ട് തിയേറ്ററിൽ ഇരുന്ന് ഞാൻ ഇറങ്ങാൻ, സിനിമ കഴിയുമ്പോൾ എനിക്ക് തിയേറ്ററിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റുന്നില്ല. കാരണം എനിക്ക് ഒന്നും ചെയ്യാനുമില്ല. കാര്യം എന്റെ നാടകം എങ്ങും അവതരിപ്പിച്ചില്ല. ആ നാടകത്തിന്റെ തീം ഒരു 10 വേദി കളിച്ചിരുന്ന് എനിക്ക് അത് വെച്ച് പ്രൂവ് ചെയ്യും. എന്നിട്ട് ആ സുഹൃത്ത് വഴി ഞങ്ങളൊരു വക്കീലിനെയൊക്കെ കണ്ടപ്പം പറഞ്ഞു, ചലിക്കാൻ പോകണ്ട. കാര്യം ഇഥവാ നിങ്ങൾ പോയൊരു സ്റ്റേ മേടിച്ച് പടം മുടങ്ങിയാൽ വീണ്ടും നിങ്ങൾ ഇതിന്റെ നഷ്ടപരിഹാരം ഉൾപ്പെടെ കൊടുക്കണം. കാര്യം പടം ഇറങ്ങി 3-4 ആഴ്ചയായി, ഹൗസ്ഫുള്ളായിട്ട് ഓടുക. അപ്പൊ അങ്ങനെ ഒരു ദുരനുഭവം നമുക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ചോദിച്ചതുകൊണ്ട് യാഥാർത്ഥ്യമായിട്ടാണ് ചോദിച്ചതുകൊണ്ട് ഞാൻ പറയാം. പിന്നെ നമ്മൾ ഇനിയിപ്പോ അതിന്റെ കുറിച്ച് നമ്മൾ പോസ്റ്റ്മോർട്ടം നടത്തിയ കഥ പറഞ്ഞുകൊണ്ട് കാര്യം വമ്പൻ ടീമുകളാണ്, നമുക്കൊന്നും അവിടെ എത്തി നോക്കാൻ പറ്റുന്നില്ല. നമുക്ക് പറ്റിയതെന്ന് പറഞ്ഞാൽ നമ്മള് അന്ന് നമുക്ക് ഈ സ്ക്രിപ്റ്റ് കൈമാറിയ ഒരു സമിതിക്ക് വേണ്ടിയാണ് കൈമാറി. പിന്നെ അത് ആ സംവിധായകനുമായിട്ട് പ്രശ്നമായി, അവര് ഉടക്കിപ്പോയി. പിന്നെ പോയി സ്ക്രിപ്റ്റ് തിരിച്ചു വാങ്ങാൻ പറ്റിയില്ല. അങ്ങനെ എന്ന് പറഞ്ഞാൽ അന്ന് നമുക്കൊന്ന് ഫോൺ ചെയ്യണമെങ്കിൽ പോലും ഇന്നത്തെ സൗകര്യം ഇല്ല. ഏത് വർഷമാണത്? അതൊരു
90 ശേഷം 90 ശേഷം പിന്നീട് മൊബൈലൊക്കെ ഇങ്ങനെ വളരെ സജീവമായി വരുന്ന സമയം. അപ്പം പിന്നെ അങ്ങനെ ഒരു സമയം, പിന്നെ നമുക്കൊരാളെ കാണാൻ തേടിച്ചെന്ന് കണ്ട അയാളെ പിടിച്ചത് വാങ്ങാൻ. കാര്യം അന്ന് ഇതിന്റെ പ്രസക്തി നമ്മൾ എഴുതുമെങ്കിലും ഇതിനൊരു നമ്മൾ വലിയ പ്രസക്തിയായിട്ട് കൊടുത്ത് എങ്ങനെ നമുക്കത് വലിയൊരു സാധനമായിട്ട് തോന്നിയില്ല അന്ന്. അപ്പൊ അങ്ങനെ പോയി കഴിഞ്ഞിട്ടാണ് പിന്നീട് ഇത് അങ്ങനെ പടം വന്ന ആ സുഹൃത്ത് വന്ന പറയും. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ ഈ നാടകം അറിയാവുന്ന 2 സുഹൃത്തുക്കൾ പോയി കണ്ടിട്ട് പറഞ്ഞു നമുക്ക് ചളി പറ്റിയത് ഇവിടെ നോക്കുക. അപ്പൊ പോയത് നമുക്ക് 2 സ്ഥലത്ത് സ്ക്രിപ്റ്റ് പോയിട്ട് ഇത് ആര് വഴി പോയെന്നും അറിയാം. അവർ സമ്മതിക്കത്തില്ല, ഒരിക്കലും സമ്മതിക്കത്തില്ല. അപ്പൊ അങ്ങനെ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെ ഒരു അനുഭവം ജീവിതത്തിലുണ്ട്. വിഷയം വന്ന ഈ ടീമുണ്ട്, തിരക്കഥ ഉണ്ട്, അത് ഇച്ചിരൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്താൽ ഒരു സിനിമയ്ക്ക് ഒക്കെ വേണ്ടുന്ന ഇതുണ്ട്. പുതിയ കാലത്ത് പറയത്തക്ക രീതിയിലുള്ളൊരു കഥയുണ്ട്. ഈ തെരുവ് നാടകങ്ങളും അല്ലേ? അങ്ങനെ തെരുവ് നാടകം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട. റേഡിയോ നാടകങ്ങൾ എഴുതിയായിരുന്നു അല്ലേ? റേഡിയോ നാടകം എഴുതി എന്റെ ഈ ഓമനത്തിങ്കൾ എന്ന് പറഞ്ഞ നാടകം കഴിഞ്ഞ മാർച്ച് 28-ന് ആകാശവാണി നിലയം അവതരിപ്പിച്ചു. ലോക നാടക ദിനത്തോടനുബന്ധിച്ച് അവര് നാടകം അവതരിപ്പിച്ച്. പിന്നീട് തെരുവ് നാടകങ്ങൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മേഖല. തെരുവ് നാടകങ്ങൾ കുറച്ച് അധികം തെരുവ് നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. കാര്യം അത് നമുക്ക് വലിയ ഈ നിയന്ത്രണങ്ങളില്ലാതെ, പരിധികളില്ലാതെ നമുക്ക് ഏത് വിഷയവും ചർച്ച ചെയ്യാൻ പറ്റുന്നൊരു ഒരു മീഡിയയാണ് അത് തെരുവ് നാടകം. തെരുവ് നാടകങ്ങൾ വളരെ നമ്മൾ ജനങ്ങളിലോട്ട് ഇറങ്ങി ചെല്ലുകയാണ്. അപ്പൊ അതുകൊണ്ട് പ്രേക്ഷകന്റെ ഇടയിൽ ഈ പറഞ്ഞ സാമൂഹിക വിമർശനങ്ങൾ കൂടുതൽ ജനത്തിന് സന്ദേശം കൊടുക്കാൻ പറ്റിയ ഒരു മേഖലയാണ് തെരുവ് നാടകം. അത് ഏറ്റവും ഫലപ്രദമായ നാടക സമ്പ്രദായമാണ്. വലിയ നാട്യങ്ങളില്ലാതെ ജനങ്ങളോട് ചേർന്ന് ചെലവില്ലാതെ അവരുടെ ശൈലിയിലേക്ക്, സാധാരണ ജനത്തിന്റെ ശൈലിയിൽ നിന്നുകൊണ്ട് അവരുടെ ഇടയിൽ നിന്നുകൊണ്ട് തന്നെ പ്രതിപാദിക്കുന്നതുകൊണ്ട് തെരുവ് നാടകം. അത് രണ്ടിന്റെയും സംഖ്യ. ഇപ്പൊ പക്ഷേ തെരുവ് നാടകങ്ങൾ പലതും സ്റ്റേജിൽ കളിക്കേണ്ട ഒരു നാടകം കൊണ്ടുവന്നാണ് തെരുവ് നാടകമായിട്ട് പുറമേ നിന്ന് അവതരിപ്പിക്കുന്നത്. പക്ഷെ ഒരിക്കലും തെരുവ് നാടകത്തിന്റെ ശൈലിയേ അല്ലത്. ആ സങ്കേതം രണ്ടിന്റെയും. അതായത് അത് മനസ്സിലാകാതെ ഞാനൊരു ചെറിയ സ്റ്റേജിൽ കളിക്കേണ്ട ഒരു നാടകം അതേ കണക്ക് ചിട്ടപ്പെടുത്തിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് കളിച്ചോണ്ടത് തെരുവ് നാടകം എന്ന് പറഞ്ഞാൽ അത് തെരുവ് നാടകമല്ല. രണ്ടിന്റെയും രണ്ട് നാടക സങ്കേതമാണ്. രണ്ടിന്റെയും നാടക ദൗത്യവും വേറെയാണ്. ആരൊക്കെയാണ് ഗുരുക്കന്മാർ? ഇപ്പം അങ്ങനെ എന്തെങ്കിലും ഗുരുക്കന്മാരുണ്ടോ? അതാണ് എന്റെ അങ്ങനെ ആരെങ്കിലുമൊക്കെ മുന്നിൽ ആരെങ്കിലും എഴുത്ത് സ്വാധീനിച്ചിട്ടുണ്ടോ? ഇല്ലില്ല. അത് പിള്ള പോലുള്ള അല്ല, എനിക്ക് തോപ്പിൽ ഭാഷ സാറിന്റെ നാടകത്തോട് കൂടുതൽ ഒരു ആഭിമുഖ്യമുണ്ട്. അദ്ദേഹത്തിന്റെ നാടകങ്ങൾ ഈ കൃത്രിമമായ ഏച്ചുകെട്ടുകൾ വളരെ ഒരു ജീവിതത്തിന്റെ ഏടുകളാണ്. എനിക്ക് എപ്പോഴും ഒരു അഭിനിവേശം ആ ശൈലിയോട് തോന്നിയിട്ടുണ്ട്. തോപ്പിൽ ഭാഷ സാറിന്റെ നാടകങ്ങളോട് തോന്നിയിട്ടുണ്ട്. പിന്നെ NN പിള്ള സാറിന്റെ നാടകമൊക്കെ കണ്ടിട്ടുണ്ട്. KT മുഹമ്മദ് സാറിന്റെ നാടകം കണ്ടിട്ടുണ്ട്. അതൊക്കെ ഒരു നമുക്ക് നാടകങ്ങൾ ആസ്വദിക്കാൻ നല്ലത് തന്നെ. പക്ഷെ എങ്കിലും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നാടകൃത്ത് എന്ന് പറയാൻ ഈ തോപ്പിൽ ഭാഷ സാറാണ്. സാറിന്റെയും എന്റെയും രാഷ്ട്രീയ സങ്കല്പങ്ങളല്ല ഞാൻ പറഞ്ഞത്. നാടകം എനിക്ക് എപ്പോഴും പ്രിയപ്പെട്ട നാടകം കൃത്തെന്ന് പറഞ്ഞ തോപ്പിൽ ഭാഷ സാറാണ്. പിന്നെ ബാക്കിയുള്ളവരെല്ലാം ഇഷ്ടമാണ്. എല്ലാവരുടെയും നാടകങ്ങൾ നമ്മൾ കാണാറുണ്ട്, വിലയിരുത്താറുണ്ട്, ആസ്വദിക്കാറുണ്ട്. ഇപ്പോഴും ഒരുപാട് നാടകൃത്തുക്കൾ, പ്രഗത്ഭരായ നാടകൃത്തുക്കൾ, സംവിധായകരുണ്ട്. അവരെ നാടകങ്ങൾ ഇവിടെ കാണാൻ ഇഷ്ടപ്പെടും. പക്ഷെ അങ്ങനെ ആരുടെ ശൈലി വന്നില്ല. പിന്നെ എനിക്ക് അങ്ങനെ സ്വന്തമായിട്ട് ശൈലി എനിക്ക് കൊച്ചിലോട്ട് നമ്മൾ തോന്നുമ്പോൾ നമ്മുടെ ശൈലിക്കാണ് നമ്മൾ എഴുതുന്നത്. വേറൊരാളുടെ ശൈലി എന്നെ സ്വാധീനിക്കാനോ. പിന്നെ നാടകത്തിന് പൊതുവായ ഒരു സംഖ്യ ലോക നാടകത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളും അതിന്റെ സങ്കേതങ്ങളും ഒക്കെ പഠിക്കാനോ അതൊക്കെ ശ്രമിക്കാറുണ്ടോ? അത്തരം ഇതൊക്കെ വായിച്ചിട്ടുണ്ട് അത്തരം കാര്യം. പിന്നെ നമുക്ക് എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് അത്തരം വലിയ നാടക ആചാര്യന്മാരോ അല്ലെ നാടക പണ്ഡിതന്മാരോടൊപ്പം പ്രവർത്തിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടില്ല. പിന്നെ എൻ്റെ മനസ്സിൽ അത്തരം നാടക സങ്കല്പങ്ങളോട് ഒരു ഇഷ്ടവും അത്തരം നാടകങ്ങൾ കാണാനുള്ള അവസരങ്ങൾ ഞാൻ ഒഴിവാക്കാറില്ല പണ്ടും. പിന്നെ ഗുരുക്കന്മാരെന്ന് പറഞ്ഞാൽ അങ്ങനെ ഗുരുക്കന്മാരില്ല. കൊച്ചിലെ തന്നെ ഇത് ഇങ്ങനെ തോന്നിയിട്ടുണ്ട് എനിക്ക് എഴുതണം. അന്നേരം എന്റെ മുമ്പ് എന്നെ അത് ഇന്ന രീതിയിൽ എഴുതെന്ന് പറയാൻ ഒരാളില്ല. പിന്നെ ഈ യുവഭാവന എന്ന് പറഞ്ഞ സംഘടന, അതിനകത്ത് ഞങ്ങൾ നാടകങ്ങൾ എഴുതി ഞങ്ങളെല്ലാവരും കൂടെ ചർച്ച ചെയ്ത് ഈ അവതരിപ്പിക്കുന്ന നാടകം. അന്നും ഒരു സംവിധായകന്റെ ചിട്ടവട്ടത്തിലൊന്നും ഇല്ല. ഞങ്ങൾ തന്നെ ഡയറക്റ്റ് ചെയ്യുക. കാര്യം ഞങ്ങൾ നാടകം കാണുന്നവരായതുകൊണ്ട് ഞങ്ങൾക്ക് തന്നെ അറിയാം. അങ്ങനെ ആ സംഘടന എൻ്റെ നാടകമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ കുറച്ചുകൂടെ എഴുതാം. പക്ഷെ എങ്കിലും അതിനകത്ത് എന്ന് പറഞ്ഞ് ഞാൻ ആ സംഘടനയെ പ്രവർത്തിക്കുന്ന സമയത്ത് എനിക്ക്
ഞാനൊരു നാടകം എഴുതി, മാന്ത്രിക ചെണ്ട തേടുന്ന മാല. അപ്പൊ അന്നെ അന്നൊന്ന് 2 സുഹൃത്തുക്കളെ കൊണ്ട് വായിച്ച് കേൾപ്പിച്ചപ്പോൾ ഇവരെന്നോട് ചോദിച്ചത് ഇത് എവിടുന്ന് മോഷ്ടിച്ചെന്ന്. വിശ്വസിച്ചില്ല. അപ്പൊ അത് എന്റെ ജീവിതത്തിലെ എന്റെ നാടകത്തിന് കിട്ടിയ ഏറ്റവും വലിയ അവാർഡാണ്. പക്ഷെ അവരാ നാടകം ധൈര്യപ്പെട്ട് കളിക്കാനും വന്നില്ല. ഞാൻ പിന്നെ വേറെ എന്റെ 2 സുഹൃത്തുക്കൾ വഴിയാണ് ആ നാടകം ഒരു വാശിക്ക് കൊണ്ടുവരുന്നത്. കളിച്ചെടുത്തെല്ലാം അംഗീകാരം കിട്ടി. അങ്ങനെ അപ്പം അന്നേരം എനിക്ക് മനസ്സിലായി എന്നില്ലേ ഞാൻ അറിയാത്തൊരു എഴുത്തുകാരൻ ഉണ്ടാകാം എന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ജീവിതത്തിൽ ഒരനുഭവം ഉണ്ട്. അപ്പം അവര് മറ്റൊന്നുമല്ല, അവരങ്ങനൊരു നാടകം എന്നിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. അതാണ് അന്നേരം പിന്നെ ഞാൻ ആ നാടകം 2-3 വേദികളിലും കളിക്കണമെന്ന് കുറച്ച് 3 പേരേ ഉള്ളത്. ഞാനും വേറെ 2 സുഹൃത്തുക്കളോട് നാടകം കളി. ഞാൻ ആ നാടകം അഭിനയം ഉണ്ടായിരുന്നു. അമച്ചർ നാടകത്ത് ഒരുപാട് കുറച്ച് നാടകങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അന്ന് തന്നെ അമച്ചർ നാടകങ്ങൾ ഈ വിദ്യാഭ്യാസ സമ്പ്രദായമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ണിക്കുട്ടാ മടങ്ങിവരും പറഞ്ഞൊരു 2 മണിക്കൂറുള്ളൊരു നാടകം അവിടെ ക്ലബിന്റെ ഒരു വാർഷികത്വമായിട്ട് ബന്ധപ്പെട്ട് കളിച്ചിട്ടുണ്ട്. അപ്പൊ ആ നാടകം അഭിനയവും അല്ല അഭിനയിക്കുമായിരുന്നു. അങ്ങനെ നാടകം അതിനെ കുറിച്ച് പറഞ്ഞില്ല. അപ്പൊ അഭിനയം അല്ല അഭിനയം പ്രൊഫഷണലി പോയിട്ടില്ലെന്നേ ഉള്ളൂ. അമച്ചർ നാടകങ്ങൾ ഒരുപാട് ഈ പറഞ്ഞ നാടകങ്ങളിലൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, അമച്ചർ നാടകങ്ങളിൽ. പക്ഷെ ഈ ഒരു നാടക നടൻ ആകാൻ ഒരു വലിയ താല്പര്യമൊന്നുമില്ല. അല്ല, നാടക നടനാകാൻ താല്പര്യം ഉണ്ടായിരുന്നെങ്കിലും നമുക്കതിന്റെ പുറകെ പോകാനുള്ള ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇല്ല. സാമ്പത്തികമായിട്ടും ഈ ഇത്തിരി ഞങ്ങള് വളരെ പിന്നോക്കം നിന്ന് ജീവിക്കുന്ന സാമ്പത്തിക നിലയില്ല. അപ്പൊ അതിൻ്റെതായ കുടുംബത്തെ അപ്പൊ അതുകൊണ്ട് നമുക്കൊരു അങ്ങനെ നാടകം തേടി നടന്ന് അന്ന് പോകണമെങ്കിൽ ഒരു മെനക്കെട് ഇതിന്റെ പുറകിന് പോയാൽ എങ്കിൽ, പക്ഷേ അന്ന് അതിന്റെ പുറകിന് പോയാൽ ഇന്നൊരു പക്ഷെ ഇങ്ങനെ നമുക്ക് ഈ ജോലിയോ മറ്റു കാര്യങ്ങളോ ആകത്തില്ല. അതേന്നും പറഞ്ഞു പോകും. അപ്പോഴത്തേക്ക് ബാക്കി എല്ലാം നമ്മൾ കുടുംബം അറിഞ്ഞ് വിട്ടുകൊണ്ടുവരും. അല്ലാതെ നമ്മളെ അങ്ങോട്ട് പിടിച്ചോണ്ടി നിന്ന് അഭിനയിപ്പിക്കാൻ ആരുമില്ല. അപ്പൊ അങ്ങനെ അഭിനയിക്കുന്നുണ്ട്. പിന്നെ എഴുതിയ മിക്ക നാടകങ്ങൾ ഇങ്ങനെ പ്രൊഫഷണൽ നാടകമല്ല, അമച്ചർ നാടകങ്ങൾ സംവിധാനം ചെയ്തിട്ടും തെരുവ് നാടകമൊക്കെ സംവിധാനം ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. അതും ഒരു സ്കിറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ അന്ന് ആൾക്കാർ വന്നുകൊണ്ട് ചോദിച്ചു സ്കൂൾ ഓഫ് ഡ്രാമയിലൊക്കെ പഠിച്ചിട്ട് വന്നാണോ എന്നൊക്കെ. അങ്ങനെ ഒരു തോന്നിയിട്ടുണ്ട്. അതായത് മാർക്കറ്റായിരുന്നവർ പിന്നീട് വന്ന് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് പണ്ടോട്ട് ഇങ്ങനെ നാടക ഫീൽഡുമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എൻ്റെ അപ്പം നാടകം അഭിനയിക്കാനും ആണ് ആദ്യം ഇങ്ങനെ എഴുതി അഭിനയിക്കുക. പിന്നീടാണ് ഇങ്ങനെ ഈ പ്രൊഫഷണൽ സമിതിയിലേക്ക് വരുന്നത്. കുടുംബത്തെ കുറിച്ചൊന്നും പറഞ്ഞില്ല. കുടുംബം 2 മക്കളാണ്. അവര് 2 പേര് ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്നത്. അപ്പൊ പിന്നീട് വൈഫ് ഹൗസ് വൈഫാണ്. എനിക്ക് തോന്നുന്നത് സാറിന്റെ കാര്യം പറയുമ്പോൾ GK ദാസ് എന്ന് പറഞ്ഞ ഈ നാടക പ്രവർത്തകൻ എനിക്കൊന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ എനിക്ക് ഇത്രയും നേരം സംസാരിച്ചതിൽ എനിക്ക് അനുഭവപ്പെട്ടത്. ഇനി ഒത്തിരി അല്ലെ മൈൽസ് ടു ഗോ എന്നുള്ള ആ അവസ്ഥയിൽ ഇനി ഏറെ ദൂരം സഞ്ചരിക്കാനുണ്ട്. അദ്ദേഹത്തിന്റെ സർഗ പ്രക്രിയ ഇനി തുടങ്ങാൻ അല്ലെ കുറച്ചും കൂടെ ഒരു ശുഷ്കാന്തി ഒക്കെ വന്നിട്ട് കുറച്ചും കൂടെ ക്രിയാത്മകമായിട്ടൊക്കെ പ്രവർത്തിക്കാൻ പോകുന്നേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഏറെ സംഭാവനകൾ അദ്ദേഹം ഈ നാടക ലോകത്തും കലാപരമായിട്ടും ഒക്കെ നൽകാനുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും ഞങ്ങൾ റേഡിയോ ബെൻസിൽ നൽകുകയാണ്. നന്ദി, നമസ്കാരം. ഇവിടെ വരെ വന്ന് ഈ ഇന്റർവ്യൂ പങ്കെടുത്തതിന് നന്ദി, നമസ്കാരം. നമസ്കാരം. റേഡിയോ ബെൻസിലൂടെ എന്നെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്താൻ കൂടെ ഉള്ളൊരു അവസരമാണിത്. അപ്പം അങ്ങനെ ഒരു അവസരം സൃഷ്ടിച്ചെന്ന റേഡിയോ മിനിസ്റ്ററിനും ഇതിൻ്റെ എല്ലാ പ്രവർത്തകർക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുക.